അതുകൊണ്ട് ആ തരത്തിലേക്കുള്ള ഇടപെടൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അങ്ങയുടെ ഈ കഴക്കൂട്ടത്തുള്ള നായ്ക്കൾ കൂടുതലും ഏത് പ്രായമുള്ള നായ്ക്കളാണ്? 4 മാസം പ്രായമുള്ളതാണ്. ഇപ്പൊ നമ്മുടെ രാജേഷനും പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, അത് എങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് കഴക്കൂട്ടത്ത് കാണുന്ന നായ്ക്കൾ ഏത് പ്രായത്തിലുള്ളത് എന്നാണ് നമ്മുടെ രാജേഷണ്ണന്റെ ഒരു കുസൃതിപരമായിട്ടുള്ള ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. അതായത് അത് ഏത് രീതിയിൽ നമുക്ക് എടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ ബഹുമാനപ്പെട്ട മേയർ വി രാജേഷിന്റെ കീഴിൽ വന്നിട്ട് 4 മാസമേ ആവുന്നുള്ളൂ. ഈ ഒരു 4 മാസം കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ആ ഒരു കുസൃതി ചോദ്യത്തിന്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, തിരുവനന്തപുരം നഗരസഭ ജനങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത 90 ദിവസത്തിനകം തെരുവുനായ ശല്യം പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിരിക്കും എന്നാണ് നിങ്ങൾ തിരുവനന്തപുരം ജനങ്ങൾക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളിൽ ഒന്ന്. എനിക്ക് തോന്നുന്നത് അണ്ണം മറന്നു കാണാനാണ് ചാൻസ്. ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഷാന, നമ്മളെ വി രാജേഷണ്ണൻ കോർപ്പറേഷനിൽ പറഞ്ഞൊരു തമാശ നീ കേട്ടല്ലോ, പട്ടികൾക്ക് എത്ര പ്രായമുണ്ട് എന്ന്. അത് പറഞ്ഞതിനുള്ള കാര്യം മനസ്സിലായി കാണും. അപ്പോൾ എന്താണ് ഈ പട്ടി ശല്യം നാട്ടിൽ ഭയങ്കരമായിട്ട് രൂക്ഷമായി കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ് നമുക്ക് പറയാനുള്ളത്? അതായത് ബഹുമാനപ്പെട്ട നമ്മുടെ മേയർ പറഞ്ഞ വാക്കുമില്ല, അതുപോലെ പട്ടിയെ പിടിക്കാനുള്ള ചാക്കുമില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടിത്തടത്തും പേട്ടയിലും എല്ലാം ഈ നായ്ക്കൾക്ക് വേണ്ടി ഒരു ഷെൽട്ടർ ഉണ്ടാക്കി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അതിനകത്ത് പട്ടികളില്ല. ആ പട്ടികൾ മൊത്തം നാട്ടിലുണ്ട്. അവിടെ തുറന്നു വിട്ടതായിരിക്കും കേട്ടോ. എല്ലാം നാട്ടിലുണ്ട് ആ പട്ടികൾ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് രാജേഷണ്ണൻ കൂടുതൽ പഠിക്കുക, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് തരിക. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ രാജേഷണ്ണന് അങ്ങോട്ട് തന്നിരിക്കുകയാണ് ഭരിക്കാൻ. നിങ്ങൾ 45 ദിവസം കൊണ്ട് 90 ദിവസം കൊണ്ട് എന്തൊക്കെ സൃഷ്ടിക്കുമെന്നൊക്കെ വലിയ ഇതിലുള്ള ഒരു വലിയ രീതിയിലാണ് നിങ്ങൾ കെയർ ചെയ്തത്. പക്ഷേ ഒന്നും കാണാനില്ല, ഒരു കാര്യം നടക്കുന്നില്ല. പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല, പിന്നെ നമ്മുടെ തെരുവുകൾ ഷവറുകൾ കൂടി. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഷാന, പക്ഷേ ഇതിന് മുന്നേ ഭരിച്ച ആൾക്കാരുടെ അടുത്ത് പോയി അവരുടെ എക്സ്പീരിയൻസ് നോക്കി എക്സ്പീരിയൻസ് നോക്കിയിരുന്നെങ്കിൽ രാജേഷൻ തീർച്ചയായിട്ടും ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കായിരുന്നു. പക്ഷെ അതിനൊന്നും ശ്രമിക്കുന്നില്ല. നിങ്ങളിപ്പോഴും എന്തോന്ന് ഒരു വാശിയുടെ പുറത്ത് ജയിച്ച് അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ള ഏത് പാർട്ടിക്കാരോ അല്ലെങ്കിൽ സംഘടനക്കാരോ അങ്ങനെ നോക്കാതെ അവരുടെ അടുത്തൊരു എക്സ്പീരിയൻസ് പോയി വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. ഇത് പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ വാശിയുടെ പുറത്ത് ജയിച്ചു, അതുകൊണ്ട് വാശിയുടെ പുറത്ത് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് പരിഹാരം കാണാം. ഇതിപ്പോ നമ്മുടെ ജില്ലയാണ്, തിരുവനന്തപുരം തന്നെ നമ്മുടെ ജില്ലയാണ്. നമുക്കറിയാം ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന്. അപ്പം നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കത് പറഞ്ഞു തന്നത്. അത് ഇതൊരു നിങ്ങളുടെ സംഘടനയെ കുറിച്ചോ നിങ്ങളുടെ പാർട്ടിയെ കുറിച്ചോ കുറ്റം പറയുന്നൊന്നുമല്ല. നിങ്ങൾ അതെ, നമ്മൾ ഈ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളടുത്തത് പറയും. പല സ്ഥലങ്ങളിലും വെളിച്ചമില്ല. അതായത് റോഡുകളിൽ കയറുമ്പോഴത്തേക്ക് വെളിച്ചമില്ല. ചവറുകൾ ഒരുപാട് കിടപ്പുണ്ട്. നേരത്തെ സിറ്റി ഭയങ്കര ക്ലീൻ ആയിരുന്നു, എല്ലായിടത്തും നല്ല വൃത്തിയായിരുന്നു. ഇപ്പം ഒന്നുമില്ല.